ആളെ കിട്ടി ഞങ്ങൾക്ക്, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഗാന്ധിജിയാണ് കേട്ടോ, വേറെ ആരുമല്ല. അങ്ങനെ തപ്പി താഴത്തുണ്ട് ആളെ കിട്ടി. ആൾ മിസ്സായിട്ടില്ല. ഞാൻ സത്യം വിചാരിച്ച ഗാന്ധിജിനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതിൽ. ഗാന്ധിജിനെ അവർ ചേർത്തല്ലോ, മലൻ ടി വിയുടെ പോസ്റ്റർ കേട്ടോ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ ഗാന്ധിജി താഴത്തുണ്ട്. ഞാൻ പേടിച്ചു ഇഞ്ഞത് അതും എങ്ങാനും ആഡ് ചെയ്യാണ്ടെങ്ങാനും വിട്ടോന്നുള്ളത്. അതില്ല, എന്തായാലും താഴത്തുണ്ട്. ബേജാറാവുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഗാന്ധിജിനെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർത്തുണ്ടോ? കഴിഞ്ഞ കൊല്ലം ഗാന്ധിജിക്ക് നേരെ അത് അങ്ങനെ ഉണ്ടായിരുന്നു കണ്ടില്ലേ? ഗാന്ധിജിക്ക് നേരെ തോക്കേ വെച്ചിരുന്നത്. അതും മലൻ ടി വിയാണ്. നമ്മുടെ നാട്ടിലെ മലയാളികൾ കാണുന്ന മലൻ ടി വി, മലങ്ങൾ കാണുന്ന മലൻ ടി വി. അപ്പൊ പിന്നെ ഇതുപോലെ തോക്കും വെക്കും, ഇതുപോലെ ഗാന്ധിജി താഴത്തോ അല്ലെങ്കിൽ വല്ല കോർണറോ ചിലപ്പോൾ ഗാന്ധിജിയിൽ വെച്ചോളണമെന്ന് പോലും ഇല്ല. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് അടിക്കുന്ന, അതിന് ഉമ്മ കൊടുക്കുന്ന, മുത്തം കൊടുക്കുന്ന മലയാളി കോണകങ്ങളുള്ള നാടാണ് നമ്മുടേത്. വേറെ ഒരു ചാനലും ഇല്ല. ഉത്തരേന്ത്യയിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടുള്ള സംഖ്യകളെ പറയുന്നു വേണ്ട. നമ്മുടെ മലയാളി, നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്. കഴിഞ്ഞ കൊല്ലം ഈ പോസ്റ്റർ ഇട്ടിട്ടെ ഒരു ദിവസം കഴിഞ്ഞപ്പം വമ്മാർക്ക് പൊങ്കാലല്ല, വമ്മാർക്ക് അതിനേക്കാൾ വലുത് കിട്ടിയപ്പം അതങ്ങ് മാറ്റിയിട്ട് ഗാന്ധിജിനെ അതിന് കുറച്ചുകൂടെ താഴത്തേക്ക് പ്രതിഷ്ഠിച്ചവർ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞാൻ തോക്കിന് പകരം ഗാന്ധിജിന്റെ തലയിലോ അവിടെ ഗ്രനേഡ് വെച്ച് വന്മാരെ ഇറക്കുന്ന വിചാരിച്ചിരുന്നു. ഏതായാലും ഗ്രനേഡ് ഒന്നും വെച്ചിട്ടില്ല, ഗാന്ധിജിനെ താഴത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷൂനക്കി സവർക്കറൊക്കെ ഇങ്ങനെ ഫുൾ ഫേസിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന മോന്തലുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ വിചാരിക്കുന്ന ഇപ്പുറത്ത് നമ്മൾ ഇയാളില്ലേ, നമ്മുടെ താടിയുടെ ഫുൾ താടിയുള്ള ഒരു ഫോട്ടോയും കൂടെ വെക്കണമായിരുന്നു. ഉപ്പിട്ട് അമിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വെച്ച് നമുക്കൊരു പുതിയ ചരിത്രം തന്നെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഇവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എനിക്കറിയില്ല. ഇനിയിപ്പോൾ സവർക്കറെ കയറ്റി, ബാക്കിയുള്ളവനെ കയറ്റി, നാളെ മോദിനെ കയറ്റും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ താടിനേക്ക് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നടുവിൽ, ഇതിന്റെ മൊത്തം തലന്റെ നടുവിൽ നമ്മുടെ വലിയൊരു താടി ഇങ്ങനെ വരുന്ന നല്ല രസമുണ്ടാവും കാണാം അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇതിനേക്കാൾ വലുതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ മലജന്മങ്ങളുടെ അടുത്ത് നമ്മൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കൂ. അതിലും കൂടുതൽ ചിന്തയിൽ പോലും നിങ്ങളുടെ ഒന്നും ചിന്തയിൽ വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതൊക്കെ പോട്ടെ, ഇത് നമ്മുടെ നാട്ടിലെ വെറും ഒരു മലൻ ചാനൽ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വന്നിരുന്നു. കണ്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും? അത് കണ്ടിട്ടേ നമുക്ക് ബാക്കി പറയാം. നമ്മുടെ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമരം വരെ RSS വൽക്കരണത്തിൻ്റെ അണ്ടറിലാണെന്ന് മനസ്സിലായി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്റർ വന്നു, സ്വാതന്ത്ര്യദിന ആശംസകൾ വെച്ചിട്ട്. അതിൽ വീർ സവർക്കർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിൻ്റെ മേലെ നമ്മുടെ ഷൂനക്കി സവർക്കറെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസും അതുപോലെ ഭഗത് സിംഗും ഗാന്ധിജിനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വീര യോദ്ധാക്കൾ എന്നാണ് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഒരു തീരുമാനം. ഈ പെട്രോളിയം മന്ത്രാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സഹമന്ത്രിയായി നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ നമ്മുടെ മന്ത്രി സഭ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത് വലിയൊരു സംഭവമാണ്. ഏതായാലും ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ വെച്ചത് ഒരു വലിയ സംഭവം തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പുറത്ത് താടി വന്നിട്ട് ഇതേപോലെ RSSനെ പുകഴ്ത്തുന്ന സമയത്ത് അപ്പുറത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യണ്ടേ?